VHP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അനിൽ വിളയിൽ, ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് പുറത്തു വരുമ്പോൾ വളരെ ഗുരുതരമായ കണ്ടെത്തലുകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. VSSCയുടെ റിപ്പോർട്ടിൽ ഗുരുതര കണ്ടെത്തലുകൾ തന്നെയാണ്. സ്വർണ്ണപ്പാളികളും ചെമ്പ് പാളികളാക്കി മാറ്റി എന്നുള്ളത് ഏകദേശം സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങേയറ്റം ഞെട്ടിക്കുന്ന തരത്തിലാണ്. നമ്മളൊക്കെ വിചാരിച്ചതുപോലെ ആശങ്കകൾക്കൊക്കെ അടിസ്ഥാനമുണ്ടാകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ഒരു കാര്യം നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ടത്, ഞെട്ടലൊക്കെ കേരളത്തിലെ ഹിന്ദുക്കൾക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനേക്കാൾ ഗുരുതരമായ എന്തെങ്കിലുമൊക്കെ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ഇതൊന്നും ഒരു ഞെട്ടലേ അല്ല. കാരണം ഹിന്ദു സംഘടനകളൊക്കെ തുടക്കം തൊട്ട് തന്നെ പറയുന്നുണ്ട്, ശബരിമലയിലെ സ്വർണ്ണ മോഷണമായിട്ട് മാത്രം ഇതിനെ കാണരുത്. കാരണം അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ആ വിജയ് മല്യ ഗോൾഡ് ക്ലാഡിംഗ് ആണ് നടത്തിയത്. അതെല്ലാം പുറത്തു കൊണ്ടുപോയി ഓരോ ഇഞ്ചായി മുറിച്ചു വിറ്റ് കോടികൾ സമ്പാദിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിനെ മറച്ചു വെക്കാൻ വേണ്ടിയാണ് അതിന്റെ ഒരു റെപ്ലിക്ക കൊണ്ട് അവിടെ സ്ഥാപിച്ചത്. അതുകൊണ്ട് ഇതൊന്നും വലിയ പ്രശ്നമായിട്ട് ഇവർക്കൊന്നും, മോഷ്ടിച്ചവരെ സംബന്ധിച്ച് ഇതൊന്നും വലിയ പ്രശ്നമല്ല. അവരൊക്കെ കോടീശ്വരന്മാരായി കഴിഞ്ഞിരിക്കുക. നീണ്ടു നിൽക്കുന്ന പോരാട്ടമൊക്കെ നടത്തുമ്പോഴേക്കും ഇതിനകത്തെ ഈ പ്രതികളായിട്ടുള്ള പലരും ജീവിച്ചിരിക്കാനുള്ള സാധ്യത പോലുമില്ല. അതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത്ര രഹസ്യ സ്വഭാവത്തോടുകൂടി ഈ കേസിന്റെ വിചാരണയൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഇതിനേക്കാൾ പ്രമാദമായ അയോധ്യ കേസ് പോലും ഓപ്പൺ കോടതിയിലാണ് നടന്നിട്ടുള്ളത്. ഇതിനകത്ത് എന്ത് രഹസ്യമാണ്? ഇവിടുത്തെ നഷ്ടമുണ്ടായത് ഹിന്ദുവിനാണ്. ആ നഷ്ടം എന്താണ് എന്നുള്ളത് ദിനം പ്രതി അറിയാനുള്ള ഒരു അവകാശം ഹിന്ദു സമൂഹത്തിൽ ഉള്ളത് കൊണ്ട് അന്നേരം പുറത്തു വരുന്ന റിപ്പോർട്ട് ഹൈക്കോടതി അതെ തീർച്ചയായും വളരെ നന്ദി ശ്രീ അനിൽ വിളയിൽ പ്രതികരിച്ചതിന്.